മല്ലേലിൽ ശ്രീധരൻ നായരുടെ പരാതിയിലെടുത്ത സോളാർ കേസിൽ ടെന്നി ജോപ്പനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. പ്രശ്നം ഒത്തുതീർപ്പായി എന്ന് ശ്രീധരൻ നായർ അറിയിച്ചു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ടെന്നി ജോപ്പൻ കേസ് റദ്ദാക്കിയതിൽ ഹൈക്കോടതിക്ക് നന്ദി പറയുന്നു. ടെന്നി ജോപ്പൻ ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ വേണ്ടി തന്നെ കരുവാക്കുകയായിരുന്നുവെന്നാണ് പ്രതികരണം. കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. അതിന് ഞാൻ ഒരുപാട് ഹൈക്കോടതിയോട് ഞാൻ നന്ദി പറയുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചതാണ് ഇതിനെല്ലാം കാരണം ഉണ്ടായത്. പക്ഷെ അതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു, അതിന് ബലിയാടായത് ഞാനാണ്. 60 ദിവസം ജയിലിൽ കിടന്നു, എൻ്റെ കുടുംബം വിഷമിച്ചു എന്നുള്ളതല്ലാതെ വേറെ സംഭവിച്ചില്ല. അതിനകത്ത് എന്തായാലും ദൈവം സഹായിച്ച് ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായ വിധി ഉണ്ടായി. അതിന് ഒരുപാട് നന്ദി പറയും. ശ്യാം ദേവരാജ് ഉണ്ട്. ശ്യാം, അപ്പോൾ ടെന്നി ജോപ്പന്റെ വാക്കുകളിൽ വലിയ ആശ്വാസം കാണുന്നുണ്ട്. തന്നെ കരുവാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്താണ് ഇന്നത്തെ വിധിയുടെ വിശദാംശങ്ങൾ? ഷിയാസ്, 2013 സംസ്ഥാനത്ത് സോളാർ വിവാദം കത്തിപ്പടരുന്നത്. അന്ന് ഉമ്മൻചാണ്ടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ഈ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം പുറത്തു വന്നത്. അതിലാണ് കോന്നി സ്വദേശിയായ മല്ലേലിൽ ശ്രീധരൻ നായർ ഈ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ടെന്നി ജോപ്പനെതിരെ ഒരു സ്വകാര്യ ന്യായം നൽകുന്നത്. അതിന്മേൽ കോന്നി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. 2013 കോന്നി പോലീസ് കേസെടുത്തത്. അതായത് സരിതയ്ക്ക് 40 ലക്ഷം രൂപ കൈമാറിയത്, സോളാർ തട്ടിപ്പ് കേസിലെ 1ാം പ്രതിയായ സരിത എസ് നായർക്ക് 40 ലക്ഷം രൂപ കൈമാറിയത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ ടെന്നി ജോപ്പന്റെ നിർബന്ധം കാരണമാണ്, സമ്മർദ്ദം മൂലമാണ് എന്നതായിരുന്നു. ഈ കേസിൽ ടെന്നി ജോപ്പൻ 3ാം പ്രതിയാണ്. ഈ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ മാസം ടെന്നി ജോപ്പൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ മല്ലേലിൽ ശ്രീധരൻ നായർ ഈ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പായി എന്ന കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. തുടർന്നാണ് കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് ടെന്നി ജോപ്പനെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഒഴിവാക്കിയത്. ജസ്റ്റിസ് CS റൈസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. ഈ കേസിൽ നിന്ന് ഒഴിവായതോടെ ഏതാണ്ട് 13 വർഷമായി നേരിടുന്ന നിയമ നടപടിക്രമങ്ങളിൽ നിന്നാണ് ടെന്നി ജോപ്പൻ ഒഴിവാകുന്നത്. ശരി, ശ്യാം ദേവരാജ്.